everyone. So welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളിവിടെ ജർമ്മനിയിൽ വന്നതിന് ശേഷം നമുക്കിവിടെ കുറെ ആൾക്കാർ പറഞ്ഞ് മനസ്സിലായത് അല്ലാതെ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പഠിച്ചതുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ്. എന്ന് വെച്ചാൽ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ അലൗഡ് ആണ്, അല്ലെങ്കിൽ ഇതൊന്നും ജർമ്മനിയിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുമല്ലോ. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവിടെ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യരുത് എന്ന് കുറെ ആൾക്കാര് പറയും. ചിലതൊക്കെ ഒഫീഷ്യലായിട്ടുള്ള റൂൾ ഉള്ള കാര്യങ്ങളാണ്, ചിലതൊക്കെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനെ ചെറിയൊരു ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയാം. ഇവിടെ ഒരു ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. ചിലത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ ചിലത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു റൂളോ എന്ന് തോന്നാം. അങ്ങനത്തെ കുറെ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ. എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പം ആദ്യം കുറച്ച് ഒരു കേട്ടപ്പോൾ സർപ്രൈസിംഗ് ആയിട്ടുള്ള തോന്നിയ ഒരു കാര്യമായിരുന്നു ഇവിടുത്തെ ക്വയറ്റ് അവേഴ്സ്. അതിനിവിടെ ജർമ്മനിയില് റൂവേ സൈറ്റ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 10 മണി തൊട്ട് രാവിലെ 7 മണി വരെ നമുക്കിവിടെ ലൗഡായിട്ടുള്ള മ്യൂസിക് വെക്കാനോ അല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കാനോ ഭയങ്കര നമ്മുടെ നെയ്ബേഴ്സിനൊന്നും ഭയങ്കര ഡിസ്റ്റർബൻസ് കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക മാക്സിമം. പിന്നെ നമ്മളതുപോലെ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും വാക്യൂം ക്ലീനർ എന്തെങ്കിലും ചെയ്യുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ ഭിത്തിയിൽ എന്തെങ്കിലും അടിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഡിസ്റ്റർബിംഗ് ആയിട്ട് ഒത്തിരി ലൗഡായിട്ടുള്ള നോയ്സ് വരുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ഈ ഒരു ടൈം പീരീഡ് ചെയ്യരുത്. പിന്നെ സൺഡേസിൽ നമ്മൾ കൂടുതലും കഴിവതും ഈ പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക. ഈ പുറത്ത് ഗാർഡൻ ഉള്ളവരൊന്നും ഗാർഡൻ ഇത് ചെയ്യുന്നത് അങ്ങനെ കട്ട് ചെയ്യുന്നത് മെഷീനറി ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ സൗണ്ട് ഒന്നും ചെയ്യത്തില്ല ആരും. അങ്ങനെ സൺഡേസിലൊന്നും ചെയ്യത്തില്ല. സൺഡേ പൊതുവെ ജർമ്മനിയിൽ ഭയങ്കര സൈലന്റ് ആണ്. പുറത്തൊന്നും ആരും കാണുകയില്ല. ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. മൊത്തത്തിൽ നോക്കിയാൽ തന്നെ സൈലന്റ് ആയിരിക്കും. അതിപ്പോ നമുക്ക് സ്വന്തമായ ഒരു വീടുണ്ടായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ വാക്യൂം ചെയ്യാനോ അല്ലെങ്കിൽ മിക്സ് യൂസ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. കാരണം അത്രയും ലൗഡായിട്ട് നെയ്ബേഴ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു റൂള്. നമ്മൾ ഇനി അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സിനോ അത് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നവർക്ക് പോയി നമുക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അത് ആദ്യം കേട്ടപ്പോ നമ്മുടെ വീടല്ലേ, നമ്മുടെ വീട്ടിൽ നമുക്ക് ഏത് സമയം വേണമെങ്കിൽ ഇതുപോലെ വാക്യൂം ക്ലീൻ ചെയ്യാനോ മിക്സി യൂസ് ചെയ്യാനോ ഒക്കെ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ അതാണ് ഇവിടുത്തെ റൂള് എന്നുള്ളതാണ് സത്യം. നെക്സ്റ്റ് ആയിട്ട് ഇവിടെ കൂടുതലും കണ്ടുവരുന്നത് വേസ്റ്റ് മാനേജ്മെന്റ് ഇവർ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇവര് ഫോളോ ചെയ്യുന്നത്. ജർമ്മൻസ് കൂടുതൽ ഫോളോ ചെയ്യുന്നത്. നമ്മളിവിടെ താമസിക്കുന്നവർ നമ്മൾ അത് അവോയ്ഡ് ചെയ്ത് പോകേണ്ടതാണ്. കാരണം ഈ എല്ലാ യൂറോപ്പിലല്ല പുറത്ത് എല്ലായിടത്തും ഇങ്ങനെ ഉണ്ട് തോന്നുന്നു. പേപ്പറിൻ്റെതായിട്ടുള്ള വേസ്റ്റ് ബിന്ന് കാണും. പിന്നെ ഗ്ലാസ് വേസ്റ്റ് ഇടാൻ വേണ്ടി ഗ്ലാസ് വേസ്റ്റ് തന്നെ പല കാറ്റഗറി തന്നെ ഉണ്ട്. വൈറ്റ് കളറിലെ ഗ്ലാസ്, ബ്രൗൺ കളറിലെ ഗ്ലാസ്. സോ അതെല്ലാം പല കാറ്റഗറി ആയിട്ടുള്ള ബിന്നിൽ നമ്മളുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ ബയോ ആയിട്ടുള്ള വേസ്റ്റുകൾ അതെല്ലാം ഇടാൻ വേണ്ടി സെപ്പറേറ്റ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. നമുക്ക് ഓരോ വീട് കിട്ടാൻ നേരത്ത് അല്ലെങ്കിൽ ഓരോ അപ്പാർട്ട്മെന്റ് താമസിക്കാൻ നേരത്ത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഡിഫറെന്റ് കളേഴ്സിലുള്ള ബിന്നുകളുണ്ട്. സോ ഇതെല്ലാം പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വീക്ക്ലി ഓരോ സ്കെഡ്യൂൾ കാണും. അപ്പൊ ആ സമയത്ത് വരേണ്ട ആൾക്കാര്, നമ്മുടെ ഗവൺമെന്റിന്റെ ആൾക്കാർ വന്ന് ആ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് പോകും. അതിന് ഓരോ അപ്പാർട്ട്മെന്റിലും ഓരോ ഡിസ്ട്രിക്റ്റിലും അതിനായിട്ടുള്ള സ്കെഡ്യൂൾ ചെയ്തേക്കുന്ന പ്ലാനുകൾ കാണും. സോ ഇതാണ് മെയിൻലി ഇവിടെ കണ്ടുവരുന്ന രണ്ടാമത്തെ പോയിന്റ്, എല്ലാവരും ഫോളോ ചെയ്ത് പോകേണ്ടത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾ ജർമ്മൻസിനെ ഒന്നും അഡ്വാൻസ്ഡ് ബർത്ത്ഡേ വിഷസ് പറയാൻ പാടില്ല. നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ഒക്കെ രാത്രി അല്ല നേരത്തെ വിഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ബർത്ത്ഡേ ഒക്കെ ഓർത്ത് വെച്ച് വിഷ് ചെയ്യുന്ന ആ ഒരു ഫീൽ അല്ലേ നമുക്ക് തോന്നാറ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മള് ജർമ്മൻസിനെ ഒന്നും അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവര് വിശ്വസിക്കുന്നത് അത് ബാഡ് ലക്ക്, അങ്ങനെ വിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബാഡ് ലക്ക് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും ജർമ്മൻസിനെ അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ വിഷസ് പറയാൻ പാടില്ല. അതുപോലെ ഒരു കാര്യമാണ്, നമ്മൾ ഇവിടെ മിക്ക പാർട്ടീസിലും അല്ലെ എല്ലായിടവും ഇങ്ങനെ ഡ്രിങ്ക്സും വൈനും ഒക്കെ കാണുമല്ലോ. അപ്പം നമ്മളെ കൊളീഗ്സ് ആയിട്ടോ അല്ലെങ്കിൽ ആരുമായിട്ടോ ആയിക്കോട്ടെ നമ്മളിങ്ങനെ ചിയേഴ്സ് ഒക്കെ പറയാൻ നേരം ഐ കോണ്ടാക്ട് വേണമെന്നാണ്. ചിയേഴ്സ് പറയുമ്പോൾ ഐ കോണ്ടാക്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അതും ഒരു ബാഡ് ലക്ക് ആയിട്ടാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇതൊക്കെ ശരിക്കും ഇവിടെയുള്ള ജർമ്മൻസിന്റെ ഒരു വിശ്വാസങ്ങളാണ്. അത് ശരിക്കും ഒരു റൂളൊന്നും അല്ല. എന്നാലും നമ്മളിങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം
ജർമ്മൻസിന് അത് ഇഷ്ടമാവണമെന്നില്ല. നമ്മളൊരു അവരുടെ സൊസൈറ്റി നിൽക്കാവുന്ന നേരത്ത് അവരുടെ വിശ്വാസങ്ങൾ അല്ലെ അവരുടെ ട്രഡീഷൻ അവരുടെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഇതൊന്നും ചെയ്യണമെന്ന് ആരും മസ്റ്റായിട്ട് നമ്മളെ ആരും ഫോഴ്സ് ചെയ്തൊന്നുമില്ല. പക്ഷെ നമ്മളത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് കുറച്ച് എക്സാജറേറ്റ് ചെയ്താണ് ഇവരുടെ കാര്യങ്ങളൊക്കെ, ചില കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഈ പറഞ്ഞ 2 ടോപ്പിക്കുകൾ അത് നമുക്ക് എങ്ങനെ റൂളായിട്ട് പറയാത്ത കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മൾ ഫോളോ ചെയ്യാതിരിക്കുക. എന്നാലും നിങ്ങൾ ഇനി ഇവിടെ ജർമ്മനിയിലൊക്കെ വരുന്ന സമയത്ത് ജർമ്മനിയിലുള്ളവരൊന്ന് നേരത്തെ ബർത്ത്ഡേ വിഷസ് പറയാനൊന്നും പോവുകയാണെങ്കിൽ ഒന്ന് ഓർത്തോളുക. ചിലപ്പോൾ അത് അവർക്ക് ഇഷ്ടമാവണമെന്നില്ല. അത് അവർക്കൊരു ബാട്ടിലൊക്കെ ആയിട്ടായിരിക്കും കരുതുന്നത്. നമ്മളങ്ങനെ വിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ മുഖത്ത് നോക്കി തന്നെ അപ്പൊ തന്നെ പറയും അങ്ങനെ ചെയ്തത് അവർക്ക് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുതാഞ്ഞു എന്നുള്ളത് നമ്മളോട് അവർ അപ്പൊ തന്നെ പറയും. കൂടുതലും ജർമ്മൻസ് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയുന്നതാണ് എനിക്ക് ഒരു ഫീൽ ചെയ്തിട്ടുള്ളത്. അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് ഏത് കാര്യമായാലും അത് അപ്പൊ തന്നെ നമ്മളോട് പറയും. എന്തായാലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഈ 2 പോയിന്റ് ശ്രദ്ധിച്ചോണേ. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പഞ്ച്വാലിറ്റി. അത് ഇവിടെ മോസ്റ്റ്ലി എല്ലായിടത്തും കണ്ടുവരുന്ന കാര്യം. നമ്മള് എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിലോ നമ്മൾ ഇന്റർവ്യൂ നമുക്കുണ്ടെങ്കിലോ എല്ലായിടത്തും നമ്മുടെ ഓഫീസിൽ മീറ്റിംഗ് ആണെങ്കിലും നമ്മളെല്ലാം പറഞ്ഞ സമയത്ത് ആ സ്പോട്ടിൽ നമ്മൾ 1 മിനിറ്റോ 2 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ എത്ര നേരത്തെ നമ്മൾ എത്താൻ പറ്റുമോ അത്ര നേരത്തെ ജോയിൻ ചെയ്യുക. മീറ്റിംഗ് ആണെങ്കിലും അപ്പോയിന്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ. സോ അതെല്ലാം ഓൺ ടൈമിൽ ചെയ്യുന്നവരായി ജർമ്മൻസ്. നമ്മളും അത് ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കും നമുക്ക് എല്ലാത്തിലും നല്ലത്. ഇപ്പം മീറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രോപ്പർ ടൈമിൽ നമ്മൾ ലോഗിൻ ചെയ്തില്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാവും. അപ്പോയിന്റ്മെന്റ്സിനാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇന്റർവ്യൂസിനാണെങ്കിലോ പറഞ്ഞ സമയത്ത് നമ്മൾ പഞ്ചിലായിട്ട് എത്തണം. പിന്നെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നിയ ഇത്ര നാൾ ഇവിടെ നിന്നിട്ട് തോന്നിയ ഒരു കോൺട്രഡിക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്. പണ്ടൊക്കെ എന്ന് പറയുന്നത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം പക്ക ഓൺ ടൈം ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം വന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ പറയുന്ന സമയത്തൊന്നും എങ്ങും എത്തൊന്നുമില്ല. അതിന് പ്രത്യേകിച്ച് ട്രെയിൻ. അപ്പൊ അത് ഇപ്പൊ വന്നൊരു ഡ്രോബാക്ക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ആ പറയുന്ന പഞ്ച്വാലിറ്റി ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന അതിൽ മാത്രം കീപ്പപ്പ് ചെയ്യുന്നില്ല. പക്ഷെ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ അവർ ഒബ്വിയസ്ലി അത് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ പഞ്ച്വൽ അല്ല എന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവർ കരുതുന്നത്. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടോ എന്തെങ്കിലും ഒക്കെ ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ നേരത്തെ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇൻഫോം ചെയ്യുവാണെങ്കിൽ അത് അവർക്ക് മനസ്സിലാവും. നമ്മളിപ്പോ ഇൻഫോം ചെയ്യാതെ ഒരിടത്ത് താമസിച്ച് കയറി ചെല്ലുക എന്നുള്ളത് അവർ കൺസിഡർ ചെയ്യുന്നത് അതൊരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ടാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മൾക്ക് ഇപ്പൊ നാട്ടിലൊക്കെ നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലായിക്കോട്ടെ നെയ്ബേഴ്സിന്റെ വീട്ടിലായിക്കോട്ടെ ഏത് സമയവും നമുക്ക് പോവാം, അവരോട് സംസാരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. അത് നമ്മുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരോടാണെങ്കിൽ തന്നെ നമ്മൾ ഇടിച്ചു കയറി അവരുടെ വീട്ടിൽ പോയി എന്തെങ്കിലും സംസാരിക്കാനോ അല്ലെ ഒന്നും പോകാൻ പറ്റില്ല. നമുക്ക് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വിളിച്ചൊരു അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോയിന്റ്മെന്റ് ഇൻ ദ സെൻസ് നമ്മൾ അവരെ ഇൻഫോം ചെയ്യേണ്ടി വരും. അത് ഇവിടെ ഏത് ഓഫീസുകളിലാണെങ്കിലും നമുക്ക് അങ്ങനെ ഇടിച്ചു കയറി ചെല്ലാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ കൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കണം. അതേപോലെ തന്നെയാ നമ്മൾ ഇവിടെ ഒരാളെ കാണാനായിട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ അവരോട് വിളിച്ച് നമുക്ക് വരാൻ പറ്റുമോ, ആ സമയം അവർ കൺഫേം ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് അവിടെ പോകാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ തൊട്ട് താഴെയുള്ള വീട്ടിൽ നെയ്ബറിന്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ അങ്ങനെ ആയിരിക്കും ചെയ്യേണ്ടത്. നമ്മൾ വിളിച്ച് അവർ ഓക്കെ ആണ് എന്ന് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് അവിടെ ചെല്ലണം. അത് നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പം അതെനിക്കൊരു ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്തൊരു കാര്യമായിരുന്നു. അത് മെയിൻലി എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ഒരു ഡൂസ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവരെല്ലാരും ഇവരുടെ പേഴ്സണൽ സ്പേസ് കീപ്പപ്പ് ചെയ്യുന്ന ആൾക്കാർ. നമ്മള് പ്രൈവസി എന്ന് പറയുന്ന സംഭവത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ. സോ അവർക്ക് അവരുടെ കാര്യങ്ങൾ അതില് തലയിടാൻ നമ്മുടെ നാട്ടിലാണ് നമ്മൾ അയൽവക്കമായിട്ട് നമുക്ക് നല്ലൊരു കോണ്ടാക്ട് ആണ്. നമുക്ക് അങ്ങനെ പോകാനോ അല്ലെങ്കിൽ വരാനോ നമുക്ക് അവിടെ നമ്മൾ സംസാരിക്കാൻ നമുക്ക് അങ്ങനെ വലിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങള് കൂടുതൽ പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാർ. സോ അതിലോട്ട് ആരെ പെട്ടെന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അത് അത്രയ്ക്ക് ബന്ധമുള്ള ആൾക്കാരായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ അവരുടെ സ്പേസ് കുറച്ച് നമ്മളത് കൺസിഡർ ചെയ്യണം. അവരുടെ പ്രൈവറ്റ് സ്പേസ് അത് നമ്മുടെ അവരതുപോലെ തിരിച്ച് കൺസിഡറേഷൻ ചെയ്യും നമ്മുടെ കാര്യം. സോ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വേണം എല്ലാം ചെയ്യാൻ. അപ്പൊ അവരോട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഓപ്പൺ ആയിട്ട് അങ്ങനെ പോയി സംസാരിക്കാൻ പറ്റത്തില്ല, ചോദിക്കാൻ പറ്റത്തില്ല അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ.
സോ അതൊക്കെ കീപ്പപ്പ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം കൊണ്ടാണ് നമ്മളിപ്പോ പറഞ്ഞതിന്റെ തൊട്ട് താഴത്തെ ആൾക്കാരെ, അപ്പൊ നമ്മുടെ നെയ്ബേഴ്സിനെ പോയി കാണണമെങ്കിൽ തന്നെ, നമ്മൾ തൊട്ടപ്പുറത്ത് വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ, നമ്മുടെ റിലേറ്റീവ്സിനെ പോയി കാണണമെങ്കിൽ നമ്മൾ നേരത്തെ വിളിച്ച് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെ ഒരാളെ അഡ്രസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ ആണെങ്കിൽ നോർമലി നമുക്ക് നമ്മുടെ പേര് ഫസ്റ്റ് നെയിം വിളിച്ച് തന്നെ നമുക്ക് അവരോട് സംസാരിക്കാം. പക്ഷെ അങ്ങനെ ഇടിച്ചു കയറി നമ്മളിവിടെ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒരു ഫസ്റ്റ് നെയിം ടേംസിൽ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ കൊളീഗ്സിനോട് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബോസിനോടായിക്കോട്ടെ, നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ അവരെ റെസ്പെക്ട്ഫുൾ ആയിട്ടായിരിക്കണം അഡ്രസ് ചെയ്യേണ്ടത്. ഇവിടെ അതിന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫെബിൻ അലോഷ്യസ് എന്നുള്ള പേരാണെങ്കിൽ ഇപ്പൊ എന്റെ ബോസ് ആയിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കേണ്ടത് ഹെർ അലോഷ്യസ് എന്നാണ്. അത് നമ്മളെല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് ഇടിച്ചേർന്ന് എനിക്ക് പേര് വിളിക്കാൻ പറ്റില്ല. നമുക്ക് ആദ്യമേ ആരുടെയും ഫസ്റ്റ് നെയിം വിളിച്ച് നമുക്ക് അങ്ങനെ ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റത്തില്ല. എല്ലാവരുടെയും മിസ്റ്റർ സർനെയിം വിളിച്ച് നമ്മൾ തുടങ്ങുന്നത്. ഹെർ എന്ന് വെച്ചാൽ മിസ്റ്റർ എന്നാണ്. മിസ്റ്റർ ലാസ്റ്റ് നെയിം ആണ് നമ്മൾ വിളിക്കുന്നത്. ഇപ്പൊ എന്നെ വിളിക്കുവാണെങ്കിൽ മിസ്സസ് എന്റെ ലാസ്റ്റ് നെയിം ആയിരിക്കണം വിളിക്കുന്നത്. അൺടിൽ അവർ നമുക്കൊരു പെർമിഷൻ തരുന്നിടം വരെ നമുക്ക് ഫസ്റ്റ് നെയിം വിളിക്കാം എന്ന് ഒരു പറയുന്നിടം വരെ നമ്മൾ അവരെ ഇടിച്ചു കയറി നമുക്ക് ഫസ്റ്റ് നെയിമിൽ സംസാരിക്കാൻ പാടില്ല. എല്ലാവർക്കും റെസ്പെക്ട് കൊടുത്തായിരിക്കും നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ ഡോൺസ് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ബേസിക്കലി കണ്ടുവരുന്നത് ഇവിടുത്തെ ട്രാഫിക് സിഗ്നൽസ് ഒക്കെ. നമ്മളിപ്പം പെഡസ്ട്രിയനിൽ നമുക്ക് സിഗ്നൽ ഗ്രീൻ ആണെങ്കിൽ മാത്രമേ എടുത്ത് ചാടാവൂ, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷെ നമ്മള് റെഡ് ആയിരിക്കാൻ നമ്മുടെ നാട്ടിലൊക്കെയാണ് നമ്മൾ ചെയ്യും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ആൾക്കാര് വേറൊരു സ്ട്രേഞ്ച് ആയിട്ട് നമ്മളെ അതിനെ നോക്കി കാണത്തുള്ളൂ. അവർക്ക് അത്രയും കംഫർട്ടായിട്ട് തോന്നത്തില്ല നമ്മൾ ആ ഒരു റെഡ് ലൈൻ നമ്മൾ ചാടാൻ നോക്കുന്നതും ഒക്കെ. ഈവൻ സീബ്ര ക്രോസിംഗ് ഉണ്ടെങ്കിൽ ഫൈൻ, നമുക്ക് പോവാം. പക്ഷെ അല്ലാത്ത കേസിൽ റെഡ് ആയിരിക്കെ നമുക്ക് ചാടാൻ പറ്റത്തില്ല. സോ നമ്മൾ വെയിറ്റ് ചെയ്യണം, ഗ്രീൻ ആവുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാനൊക്കെ പറ്റത്തുള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും ചാടുന്നതൊക്കെ, പക്ഷെ അങ്ങനെ ചെയ്തുകൂടാ. അവർക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇനി ഇൻ കേസ് നമ്മൾ ചാടുന്ന സമയത്തായിരിക്കും മേ ബി ഒരു പോലീസ് വണ്ടി വന്ന് അങ്ങോട്ട് വരുന്നത്. സോ അവർക്ക് പിടിച്ച് ഫൈൻ തരാൻ വേണ്ടിയുള്ള എല്ലാ ചാൻസും നമുക്ക് അവിടെ കാണും. സോ അതിനങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ ഇവിടെ അടുത്തത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത്, ഈ സ്ട്രീറ്റിലൊക്കെ സൈക്കിളിന് പോകാൻ വേണ്ടി എക്സ്ട്രാ ഒരു പാത്തുണ്ട്, നമുക്ക് നടക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പെഡസ്ട്രിയൻസിന് വേണ്ടിയുള്ള എക്സ്ട്രാ വേറൊരു പാത്തുണ്ട്. ഇത് രണ്ടും നമ്മൾ എപ്പോഴും ഫോളോ ചെയ്ത് തന്നെ പോകണം. അവിടെ ഒരു സിമ്പിൾ കാണും, ആ സിമ്പിൾ അനുസരിച്ചിട്ട് ഇപ്പുറത്ത് പോകാൻ വേണ്ടി സൈക്കിളിന്റെ ഭാഗത്തും, ഇപ്പുറത്ത് റെഡ് കളറാണ് മോസ്റ്റ്ലി എല്ലായിടത്തും കൊടുക്കുന്നത്, അത് പോകാൻ വേണ്ടി സൈക്കിളിന്റെ ഭാഗത്തായിരിക്കും. അതിന്റെ അപ്പുറത്ത് നമ്മൾ പെഡസ്ട്രിയൻസിന് നടക്കാൻ വേണ്ടിയുള്ള സ്ഥലം. സോ അതിനകത്ത് സൈക്കിള് പോകുന്ന പാത്തിനകത്തോടെ കയറി നടക്കാതിരിക്കുക, ജോഗ് ചെയ്യാതിരിക്കുക. അതെല്ലാം നമുക്ക് പോകേണ്ട നടക്കേണ്ട വഴി കൂടെ നടക്കുക. അല്ലെങ്കിൽ അവര് ചിലപ്പോൾ ബെല്ലടിക്കത്തൊന്നുമില്ലായിരിക്കും, ഇവര് ചിലപ്പം നേരെ വന്ന് ഇടിച്ചിട്ടൊക്കെ പോകും. കാരണം അവർക്ക് റൈറ്റ് ഉണ്ട്, അവർക്ക് ആ വഴി കൂടെ പോകാൻ റൈറ്റ് ഉണ്ട്. സോ നമ്മൾ അവരുടെ പാത്തി കൂടെ കയറി നടന്നു പറഞ്ഞാൽ നമുക്കായിരിക്കും പ്രശ്നം, ഈവൻ തിരിച്ചാണെങ്കിൽ തന്നെ. സോ അതൊക്കെ ഫോളോ ചെയ്ത് പോകാൻ നോക്കുക. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, നമ്മൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ബസ് ആയിക്കോട്ടെ ട്രെയിൻ ആയിക്കോട്ടെ, വന്ന് നിൽക്കുന്ന സമയത്ത് ആദ്യം ആ ബസ്സിലോ ട്രെയിനിലോ ഉള്ളവർ ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുന്നത്. അല്ല നമുക്ക് ഇടിച്ച് കയറി ആദ്യം പോയി ഇരിക്കാൻ പറ്റത്തില്ല. ആദ്യം നമ്മൾ വെയിറ്റ് ചെയ്ത് അതിലുള്ള എല്ലാവരും ഇറങ്ങിയതിന് ശേഷമായിരിക്കണം നമ്മൾ കയറുന്നത്. നമ്മൾ ഇടയ്ക്ക് വെച്ച് ഇടിച്ച് കയറാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു വഴക്ക് പറയാൻ ഒരു ഇത് അവർക്കുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചോളാം. പിന്നെ ഇവിടെ മെയിൻലി പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പണ്ട് വേൾഡ് വാർ 2 ശേഷം ഇവിടുത്തെ നാസി സൈനോ അല്ലെങ്കിൽ അങ്ങനത്തെ അവരുടെ സിമ്പിൾ അല്ലെങ്കിൽ അങ്ങനത്തെ റിലേറ്റ് ചെയ്യുന്ന ഒരു ജോക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനെപ്പറ്റി ഈവൻ സംസാരിക്കാൻ പോലും പറ്റത്തില്ല. അതിന്റെ സിമ്പിൾ എങ്ങും നമുക്ക് വരച്ചു വെക്കാൻ പോലും പറ്റത്തില്ല. സോ അതൊക്കെ ഒത്തിരി ഭയങ്കര ലീഗലി ഒത്തിരി പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതൊന്നും ചെയ്യാതിരിക്കുക, മാക്സിമം ശ്രമിക്കുക. പിന്നെ അടുത്തത് ഇവിടെ കണ്ടുവരുന്ന മെയിൻ കാര്യം എനർജി വേസ്റ്റേജ് ആണ്. നമ്മളിവിടെ അതിനുവേണ്ടി പാർട്ടിയൊക്കെ ഉണ്ട്, ഗ്രീൻ പാർട്ടി എന്നൊക്കെ പറഞ്ഞ പാർട്ടിയുണ്ട്, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടിയൊക്കെ. അപ്പം നമ്മളിവിടെ ഒരു കാര്യം നമ്മൾ അനാവശ്യമായിട്ട് ഇട്ടിട്ട് പോകലും, വെള്ളമാണെങ്കിൽ തുറന്നിട്ടിട്ട് പോകലും, ലൈറ്റ് ആണെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഓഫ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇപ്പൊ നമ്മളിപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അറിയാം, ഓഫീസിൽ
ചൂടാണെങ്കിൽ പോലും AC ഇടുന്നതൊക്കെ വളരെ കുറവായിരിക്കും. ചിലവര് മാക്സിമം അവർ അത്രയും കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി അവരങ്ങനെ ശ്രമിക്കുക. ചിലപ്പോൾ ജനലൊക്കെ തുറന്നിടും, അത്ര ചെയ്യത്തുള്ളൂ. അല്ല AC ഇട്ട് ഇങ്ങനെ സൂചിച്ചിരിക്കണം എന്നൊന്നും അവർക്കും ഇല്ല. നമ്മൾ അതുമായിട്ടൊക്കെ ആണെങ്കിൽ ചേരും. നമ്മളാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചൂടാണെങ്കിൽ അപ്പൊ ഫാൻ ഇട്ട് AC ഇട്ട് നമ്മൾ ജനല് തുറന്നിടാതെ നമ്മൾ പോത്തൊന്നുമില്ല. അപ്പൊ ഇവിടെ ചെയ്യുന്നവര് ഇവരെ കൂടുതൽ അങ്ങനെ എനർജി എഫിഷ്യന്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവര് ഇങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ചെയ്യും. നമ്മളും അത് ചെയ്യണമെന്ന് അവര് മസ്റ്റായിട്ട് പറയുകയും ചെയ്യും. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട് ചിലവര്, അനാവശ്യമായിട്ട് ലൈറ്റ് ഇട്ട് പോയില്ല, ലൈറ്റ് ഓഫ് ആക്കണം, നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഓഫ് ആക്കണം. അത് നല്ല നല്ല കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യാതിരിക്കുക, അനാവശ്യമായിട്ട് ലൈറ്റ് വേസ്റ്റേജ് ഉണ്ടാക്കാതിരിക്കുക. പിന്നെ വേറൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ നോർമൽ വാട്ടർ ഒക്കെ അവരെന്തായാലും കൊണ്ടുവയ്ക്കുമായിരിക്കുമല്ലോ ഫുഡ് കഴിക്കാൻ നേരത്ത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് ഓരോ റെസ്റ്റോറൻറ്റിലും നോർമൽ വാട്ടർ അവര് തരത്തില്ല കേട്ടോ. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അല്ല, നമ്മൾ എവിടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഒരിക്കലും സാധാ ഇച്ചിരി വെള്ളം നോർമൽ അവർ കൊണ്ടുവയ്ക്കും എന്ന് എക്സ്പെക്ട് ചെയ്യരുത്. ഒന്നെങ്കിൽ നമ്മൾ കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ അവിടുന്ന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിജിറ്റലൈസ് ചെയ്തെങ്കിലും ഇപ്പോഴും മിക്ക പേപ്പർ വർക്കും കാര്യങ്ങൾ, ഒരുപാട് ഡോക്യുമെന്റേഷൻസ് ഒക്കെ നടക്കുന്നത് പേപ്പർ ത്രൂ തന്നെയാണ്. ഇപ്പൊ നമുക്ക് കൂടുതലും ലെറ്റേഴ്സ് ഒക്കെ ആയിരിക്കും പല ഓഫീസുകളിൽ നിന്നും അയക്കുന്നത്. അങ്ങനത്തെ കുറെ പേപ്പർ പരിപാടികളൊക്കെ ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കാര്യങ്ങളുള്ള എന്താണെന്ന് വെച്ചാല്, മിക്ക സ്ഥലങ്ങളിലും കാർഡൊക്കെ ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ സ്റ്റിൽ ചില കുഞ്ഞു ഷോപ്പുകളിലും ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ക്യാഷ് കരുതണം. നമ്മുടെ കയ്യിൽ എപ്പോഴും കുറച്ച് യൂറോസ് ഉള്ളത് തന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം നമുക്ക് എല്ലായിടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അവര് കാർഡ് എടുക്കുമെന്നുള്ളത്. ഈവൻ ഇപ്പൊ ഞാൻ മുടി വെട്ടാൻ പോകുന്നവരുടെ അടുത്ത് ബാർബർ ഷോപ്പില് അവര് കാർഡ് എടുക്കത്തില്ല. അവരെപ്പോഴും ഞാൻ പൈസ ആയിട്ട് തന്നെ കൊടുക്കണം. അങ്ങനെയുള്ള ചെറിയ ചില കടകളുണ്ട്, അവരാരും കാർഡ് എടുക്കത്തില്ല. അപ്പൊ എപ്പോഴും കയ്യിൽ കുറച്ച് ക്യാഷ് ഇരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഇവിടെ വന്ന് മനസ്സിലായ കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്യാം, ഇതൊക്കെ ചെയ്യരുത് എന്നുള്ളത്. ഇനിയും കുറെ കാര്യങ്ങൾ കാണും. ഇതൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത്രേ ഉള്ളൂ നമുക്ക് ഈ വീഡിയോയിൽ പറയാനായിട്ട്. ഈ വീഡിയോ എങ്ങനെയും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിലോ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ഒക്കെ കാണണം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.